ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇനി മഴ പെയ്താലാവട്ടെ, ഇടി വെട്ടിയാലാവട്ടെ, ഇനി അതിൻ്റെ മുകളിൽ വല്ല ഭൂകമ്പം നടന്നാലും പോലും സ്കൂൾ ഒരു 5 മിനിറ്റ് പോലും നേരത്തെ വിടേ, അല്ലെങ്കിൽ ഒരു ദിവസം ക്ലാസ്സിന് ഒരു മുടക്കുണ്ടാവേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷെ ആ കാര്യത്തിന് ഇവരെ ആലോചിക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നിട്ട് ചില സമയത്ത്. മഴയൊന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നെങ്കിലും 2-3 പീരീഡ് മുന്നേ വിടും, അല്ലെങ്കിൽ അന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 3 മണിയോട് കൂടിയിട്ട് മെസ്സേജ് വന്നു, ഇന്ന് ഈ ഒരു സമയത്ത് സ്കൂൾ വിടുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീട് അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ കാർ എടുത്തിട്ടാണ് ഇറങ്ങിയത്, ഇനിയൊരു മഴ കൊള്ളലിന് വയ്യാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ അച്ചു ചെന്നപ്പോൾ തന്നെ അവിടെ കാത്തു നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അച്ചുവിനെയൊക്കെ കൂട്ടി പിന്നെ അത് കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് നന്ദു വന്നത്. അവൾക്ക് ഈ ഒപ്പനയുടെ പ്രാക്ടീസും ഇതൊക്കെ ഉണ്ടാവുക കാരണം അവൾ കൂടുതൽ ഇപ്പോൾ ക്ലാസ്സിൽ അങ്ങനെ കയറാറില്ല, ഈ ഒരു ഒപ്പനയുടെ പ്രാക്ടീസായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവരെയൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ അവർ പോണ വഴിക്ക് ഇങ്ങനെ അവർക്ക് ആ വെള്ളിയങ്കലിൽ നിന്ന് എന്തെങ്കിലും ഒരു പഴംപൊരിയോ ചായ, മഴയൊക്കെയാണല്ലോ, കിട്ടിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ രാജേട്ടനില്ലാത്തപ്പോൾ കൂടുതൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ കഴിക്കണതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴികളാണ് കേട്ടോ. ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ ബാക്ക് സൈഡ് പാടാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴ നിൽക്കണോണ്ട് അതിനൊന്നും ഒരു പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അത് കണ്ടോ, നമ്മളെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വണ്ടികളൊക്കെ ഇപ്പോൾ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വണ്ടികൾ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇതാ അവിടെ എത്തി. പിന്നെ അതിന് ശേഷം പിന്നെ അവർക്ക് എന്ത് കഴിക്കും എന്നുള്ളതാണ് കേട്ടോ അടുത്തത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നൂഡിൽസ് ഉണ്ടായിക്കോളാം, അവിടുത്തെ നൂഡിൽസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് നന്ദു. അപ്പോൾ അവരതൊക്കെ ഉണ്ടാക്കിയിട്ട് TV കണ്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ.